നമസ്കാരം, ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് ട്രോമ കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ ചാവക്കാട് ആശുപത്രി പടിക്കടുത്ത് സംസ്ഥാന പാതക്കരികിലെ കാന സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് വഴിയൊരുക്കാൻ അനധികൃതമായി പൊളിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KM ഷിഹാബ് എന്നിവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിവരമറിഞ്ഞ് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തെത്തി പണി നിർത്തിവെപ്പിച്ചു. ദുബായിൽ തടവിലാക്കപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മോചനത്തിന് നയതന്ത്ര ഇടപെടൽ ഉണ്ടാകണമെന്ന് കേരള സ്റ്റേറ്റ് പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനും കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KV അബ്ദുൽ ഖാദർ. മോചനത്തിന് ഇന്ത്യൻ എംബസി ഇടപെടണമെന്നും KV അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടു. കുരഞ്ഞിയൂർ ആലാപാലത്തിന് സമീപം ബൈക്ക് തെന്നിമറിഞ്ഞ് അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. അകലാട് അഞ്ചാംകല്ല് സ്വദേശി എളയടത്ത് പുത്തൻ വീട്ടിൽ ഫൈസലിനാണ് പരിക്കേറ്റത്. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. തളിക്കുളം ഹൈസ്കൂൾ പരിസരത്ത് നിന്നും MDMA-യും കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി കുപ്രസിദ്ധ ഗുണ്ട പോലീസിന്റെ പിടിയിൽ. മാള ഗുരുതിപാല സ്വദേശി വിശാലിനെയാണ് തൃശൂർ റൂറൽ ലഹരി വിരുദ്ധ സ്ക്വാഡും വാടനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടിയത്. 75 ഗ്രാം MDMA-യും 3.5 കിലോഗ്രാം കഞ്ചാവും 3 ഗ്രാം ഹാഷിഷ് ഓയിലും ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ചാവക്കാട് വഞ്ചിക്കടവിൽ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാതെയായിട്ട് മാസങ്ങൾ. മിഠായി തെരുവ് പദ്ധതിയിലെ വിളക്കുകൾ അണഞ്ഞതോടെ പ്രദേശം കൂരിരുട്ടിലായി. തിരക്കേറിയ വഞ്ചിക്കടവ് പാലം മുതൽ ചാവക്കാട് ട്രാഫിക് ഐലൻഡ് വരെയുള്ള ഭാഗത്താണ് തെരുവ് വിളക്കുകൾ പ്രകാശിക്കാതായത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം. 9 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളും മറ്റ് വിദ്യാർത്ഥികളും തമ്മിലായിരുന്നു സംഘർഷം. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഗുരുവായൂരിൽ മാലിന്യമുക്തം നവകേരളം കർമ്മ പദ്ധതി വ്യാപാരികളുടെ യോഗം ചേർന്നു. ഗുരുവായൂരിൽ ഒറ്റത്തവണ ഉപയോഗമുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും പൊതുജന പങ്കാളിത്തത്തോടെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് യോഗത്തിൽ ധാരണയായി. ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ജൂലൈ 28-ന് ചാവക്കാട് നടക്കുന്ന മുസ്ലിം സർവീസ് സൊസൈറ്റി മധ്യമേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചാവക്കാട്, പാടൂർ, ചേറ്റുവ, എടക്കഴിയൂർ യൂണിറ്റുകളുടെ സംയുക്ത സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS നിസാമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭയിൽ മാലിന്യ സംസ്കരണ മോണിറ്ററിംഗ് സെല്ലിന്റെ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയാണ് മോണിറ്ററിംഗ് സെൽ ആരംഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ക്യൂ നിൽക്കാൻ അത്യാധുനിക സംവിധാനങ്ങളോടെ ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന് വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയനെ കണ്ട് നിവേദനം നൽകി. ക്ലോക്ക് റൂം, ടോയ്ലറ്റ്, വഴിപാട് ഷീട്ടാക്കൽ, ലഘു ഭക്ഷണശാലകൾ തുടങ്ങി സൗകര്യങ്ങളോട് കൂടിയ ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ഇതോടെ ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.